5 പതിറ്റാണ്ടിന് ശേഷം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. NDA സ്ഥാനാർത്ഥികളായി ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാമെന്ന് ഉറപ്പ് ലഭിക്കാത്തതോടെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. നാളെയാണ് തിരഞ്ഞെടുപ്പ്. ലോക്സഭാ സ്പീക്കറെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കാൻ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകണം. ഇതായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഉപാധി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കവരെ ഈ ഉറപ്പിനായി കാത്തുനിന്നെങ്കിലും പിന്നീട് ചർച്ചയാകാം എന്നായിരുന്നു BJP നിലപാട്. ഇതോടെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും മുതിർന്ന MP കൊടിക്കുന്നിൽ സുരേഷിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെയും അവസരങ്ങളെയും നിഷേധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് NDA നിൽക്കുന്നത്. അത് പ്രോട്ടേം സ്പീക്കറിൽ അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ കാര്യത്തിലും അത് അവർ ആവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വിജയമോ പരാജയമല്ല, NDAയുടെ ഇത്തരത്തിലുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മത്സരങ്ങൾ. എന്നാൽ ചർച്ച നടത്താതെ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് അതൃപ്തി പരസ്യമാക്കിയത് പ്രതിപക്ഷത്തിന് ക്ഷീണമായി. NDA സ്ഥാനാർത്ഥി ഓം ബിർളയ്ക്ക് സ്പീക്കർ സ്ഥാനത്ത് ഇത് 2ാം ഊഴമാണ്. 2 തവണ സ്പീക്കറാകാൻ അവസരം ലഭിക്കുന്ന 4ാമത്തെ വ്യക്തിയാണ് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP-യായ ഓം ബിർള. ലോക്സഭയിൽ NDAക്ക് 293 പേരുടെ പിന്തുണയുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 233 MP-മാർ മാത്രം. അതിനാൽ വിജയം സംബന്ധിച്ച് NDAക്ക് ആശങ്കകളില്ല. എന്നാൽ ഭരണമുന്നണിയിൽ വോട്ട് ചോർച്ചയുണ്ടാക്കി അസ്വസ്ഥത സൃഷ്ടിക്കാനാകും പ്രതിപക്ഷ ശ്രമം. സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം മത്സരിക്കുന്നതോടെ 17ാം ലോക്സഭയിലേതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇത്തവണയും ഒഴിച്ചിടാനോ NDA ഘടകകക്ഷിക്ക് ആ പദവി നൽകാനോ ആണ് സാധ്യത. റിപ്പോർട്ടർ, ദില്ലി.